അവസാനത്തെ ഭക്ഷണം രാവിലെ 11 മണിക്കായിരിക്കും. ബാക്കി പിന്നുള്ളത് എന്തായിരിക്കും? സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന വലിയൊരു ഒരു ഉദാഹരണം ഗസയിൽ നിന്നുള്ള ചില ഫോട്ടോസ്. നന്ദിയില്ലാതെ ആകുന്നു എന്നുള്ളതാണ് മനുഷ്യന് സ്വാർത്ഥന്മാരാകുന്നത്. നേരത്തെ എഴുന്നേറ്റ് ഒരു തഹജ്ജുദ് നിസ്കരിച്ച് 5 വക്ത് ജമാഅത്തിന് നട്ടുച്ചക്കാരിൽ പണിയെടുക്കും. ഒരു പരമാനന്ദത്തിലേക്ക് എത്തുന്ന ഒരു സാധനം. നമ്മൾ നിരന്തരം ആനന്ദത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കിടയിൽ ഒരുപാട് മനുഷ്യരുണ്ട്, അവർ ജീവിക്കാൻ പറന്നുപോയ മനുഷ്യന്മാരാണ്. അവരുടെ ജോലി തിരക്ക് കാരണം പിന്നീട് ആനന്ദത്തെ പിന്നീടേക്ക് മാറ്റി വെക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട്. അവിടെ എന്താണ് ആനന്ദം? ഞാൻ ഈ ജീവിക്കാൻ മറക്കുന്ന മനുഷ്യന്മാരെന്ന് പറഞ്ഞപ്പോൾ നമുക്കതിൽ വ്യത്യാസമില്ല, സമ്പത്തോ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും. ഈ അമേരിക്കയിലൊരു ടെക് വ്യവസായി ഉണ്ട്, ബ്രയാൻ ജോൺസൺ എന്ന് പറയുന്നത്. ഈ അടുത്തൊരു പ്രൊജക്റ്റ് തുടങ്ങി, ബ്ലൂ പ്രിൻ്റ് എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് തുടങ്ങി. എന്താ പറയുക പറയുന്നത്, ഇയാൾക്ക് കുറേ വർഷങ്ങൾ ജീവിക്കണം, മരിക്കാതെ നിൽക്കണം എന്നുള്ള രൂപത്തിൽ കുറേ വർഷങ്ങൾ ജീവിക്കണം, നിത്യ യൗവനായിരിക്കണം എന്നാണ്. 41 വയസ്സ് വരെ ഉണ്ട് അയാൾക്ക്, 41 വയസ്സ്. പക്ഷേ അയാളിപ്പം പറയുന്നത് എനിക്കൊരു 17 വയസ്സുകാരൻ്റെ ജീവിതമാണ് എൻ്റെതെന്ന്. അതിനുവേണ്ടി അയാൾ പ്രതിവർഷം 16 കോടിയോളം ഇതിനു വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. രാവിലെ ഭക്ഷണം, ഇയാൾ ഒരു ദിവസത്തെ ഭക്ഷണം എന്ന് പറയുന്നത് അവസാനത്തെ ഭക്ഷണം രാവിലെ 11 മണിക്കായിരിക്കും. ബാക്കി പിന്നുള്ളത് എന്തായിരിക്കും? ഇയാൾക്ക് ഭക്ഷണം ഉണ്ടാവില്ല. പിന്നെ സുബഹിക്ക് 5 മണിക്കാണ് കഴിക്കും ഇയാൾ. അങ്ങനെയൊക്കെയാണ് ഇയാളെ ആ ഒരു ചിട്ട, വേറെ രൂപത്തിലൊരു ചിട്ട. അത് എന്താ ഒരു പട്ടാള ചിട്ട എന്നുള്ള രൂപത്തിലൊക്കെ പറയാൻ പറ്റുമേ. ശരിക്കും ഇങ്ങനെയുള്ള ജീവിതം നയിച്ചാൽ എങ്ങനെയാണ് മനുഷ്യനെ ആനന്ദം കണ്ടെത്താൻ പറ്റുക എന്നുള്ളതാണ് നമുക്ക് ഒരു ഡൗട്ട് ഉണ്ട്. കാരണം ഇയാൾ സ്ട്രഗിൾ ചെയ്യല്ലേ, കുറേ എന്തൊക്കെയോ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ വെല്ലുവിളികൾ അതിജീവിച്ചു കൊണ്ടിട്ട് സന്തോഷം കണ്ടെത്തുന്ന കുറേ ആളുകളുണ്ട്, അതിജീവിക്കുന്ന ഒരാളുകൾ എന്നൊക്കെ പറയുന്ന ആളുകൾ. ഇപ്പോൾ നിക് ബുജിസിനെ പോലെയുള്ള ആളുകളുണ്ട്, അതായത് മോട്ടിവേഷൻ സ്പീക്കറാണ്, കുറേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളാണ്. ഇനി അതല്ലെങ്കിൽ ഡാനിഷ് ഇസ്മായിലിനെ പോലെയുള്ള കുറേ ആളുകളുണ്ട്, എവറസ്റ്റ് കീഴടക്കിയ ആളുകൾ, വൈകല്യങ്ങൾ അനുഭവിക്കുന്ന വ്യക്തി. ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരാളാണ് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞ സാറ്. അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന് പറയുന്ന വലിയൊരു രോഗം പിടിപെട്ടിട്ടും അദ്ദേഹം 74 വയസ്സ് വരെ ജീവിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടിയാൽ മതിയായിരുന്നു ഈ അസുഖത്തിൻ്റെ പേരിൽ. പക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത് 74 വയസ്സ് വരെയും പൊതുവേദികളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയായിട്ടായിരുന്നു. വെല്ലുവിളികൾ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ മുന്നേറാൻ. എനിക്കൊരു സംശയം വെച്ചാൽ ഈ വെല്ലുവിളികള്, വൈകല്യങ്ങള് അല്ലെങ്കിൽ നഷ്ടപ്പെടലൊക്കെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇതിലൂടെ ഒരു ആനന്ദം കണ്ടെത്തുന്ന ഒരു രൂപം ഉണ്ടല്ലോ? അത് ഞാൻ ഈ ചോദ്യത്തിനുള്ള ഞാനൊരു ഉദാഹരണം വെക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പിൽ വെക്കൊരു ഉദാഹരണം ഗസയിൽ നിന്നുള്ള ചില ഫോട്ടോസാണ്. അതെ, അത് കാണാം. ഉമ്മ, ഉപ്പ, അനുജൻ, അനുജത്തി, വീട്ടുകാർ എല്ലാവരും നഷ്ടപ്പെട്ട് ഒക്കെ കുടുംബവും വീടും ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുമ്പോഴും ആ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്ന് ഒരു പുഞ്ചിരിക്കുന്ന പുഞ്ചിരി, അതായിരിക്കും അതിന്റെ പിന്നെ ഒരു രസതന്ത്രം ഉണ്ട്. അതെ, ഇപ്പോൾ വിശ്വാസികളാവുക എന്ന് പറഞ്ഞ വലിയൊരു സംഭവം ഉണ്ടായില്ലേ. ഇപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പറയുന്നത് അജബല്ലി അംബിൽ മുഅ്മിനീൻ എന്ന് പറഞ്ഞൊരു ഹദീസിൽ, വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഖൈറാണ്. അവർക്കൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചാൽ അതിൽ ക്ഷമിച്ചാലും പടച്ച നാളവർക്ക് കൂലി നൽകും. ഇനി അതുമല്ല, അവർക്ക് നല്ലതാണ് സംഭവിക്കുന്നെങ്കിൽ നന്ദി ബോധ്യപ്പെടുത്തും, അതിനവർക്ക് കൂലിയ. നന്ദി ഇല്ലാതെ ആകുന്നു എന്നുള്ളതാണ് മനുഷ്യന് സ്വാർത്ഥന്മാരാകുന്നത്, പിന്നീട് ഒരു നിരാശയിലേക്ക് മടങ്ങുന്നതിന് പ്രധാന കാരണം. ഇപ്പോൾ നമ്മൾ മറ്റൊന്നാണ് ഇസ്ലാമിൻ്റെ തന്നെ ഒരു സാമൂഹിക നിർമ്മിതിക്ക് മുതൽ കൂട്ടാവുന്ന ഒരു തത്വം എന്ന് പറഞ്ഞാൽ സക്കാത്ത് പറഞ്ഞൊരു സംവിധാനം. ആ ഒരു സംവിധാനത്തിൽ ഇപ്പോൾ നമ്മൾ ബഖറ സൂറത്തിൽ ഇന്നമ സ്വദഖാത്തു ലിൽ ഫുഖറ എന്ന് പറഞ്ഞൊരു ആയത്തിൽ അവസാനം പറയുന്ന ഒരാൾ ബിനി സബീൽ എന്ന് പറഞ്ഞ ആൾ, അതായത് വഴിയാത്രക്കാർക്ക് കൊടുക്കുക. അതായത് ഫക്കീറന്മാർക്കും മിസ്കിന്മാർക്കും കൊടുക്കുന്ന അതേ രൂപത്തിൽ ബിനി സബീലിനും കൊടുക്കുക. അതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സാമൂഹിക നിർമ്മിതി, ആരെയും അകറ്റി നിർത്താതെ ഒരു കൊണ്ടുപോകുന്ന ഒരു സാധനം എന്നല്ല. അപ്പൊ കൊടുക്കുന്ന ആൾക്ക് ആഖിറത്തിൽ കൂലി, കിട്ടുന്ന ആൾക്ക് ദുനിയാവിൽ തന്നെ സന്തോഷം. പിന്നെ അവിടെ ഒരു ചോദ്യം ഉണ്ടാവും, ഈ കൊടുക്കുന്ന ആൾക്ക് തന്റെ സമ്പത്ത് നഷ്ടപ്പെടോ, അങ്ങനെ ഒരു ഡൗട്ട് ഒക്കെ ഉണ്ടാവില്ല. ശരിക്കും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ട, ഒരു ഉദാഹരണം മനസ്സിലാക്കുക. ഞാനിപ്പോ ഈ ആനന്ദം തേടുന്ന വഴിയൊക്കെ ആനന്ദമായിരിക്കും. ഇപ്പൊ നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ തന്നെ ഒരു അതിരാവിലെ നേരത്തെ എഴുന്നേറ്റ് ഒരു തഹജ്ജുദ് നിസ്കരിച്ച് 5 വക്ത് ജമാഅത്തിന് കൂടി എന്നിട്ട് കിട്ടുന്ന ഒരു ആനന്ദം, മനസ്സിനൊരു സുഖം ഉണ്ടല്ലോ. ഞാനിപ്പോ എൻ്റെ ഉമ്മാനെ നല്ലോണം സ്നേഹിക്കുന്നു. അങ്ങനെ സ്നേഹിക്കുമ്പോൾ ഉമ്മ എന്ത് ചെയ്യും, എന്നോട് ഉമ്മ പറയുകയാണെന്ത് ഒരു നട്ടുച്ചയ്ക്ക് എന്നോട് പറയുകയാണെന്ത് നീ എന്ത് ചെയ്യണം, നട്ടുച്ചയ്ക്ക് നല്ലോണം പണിയെടുക്കാൻ വേണ്ടി പറയുകയാണ്. എനിക്കിത് ഉമ്മാനെ ഭയങ്കര ഇഷ്ടമാണ്. ഉമ്മ എന്ത് പറഞ്ഞാൽ കേൾക്കും. ഉമ്മ പറയില്ല കേട്ടോ അങ്ങനെ നട്ടുച്ചക്ക് പണിയെടുക്കാൻ. എന്നാലും എൻ്റെ ഉമ്മ ഇങ്ങനെ നട്ടുച്ചക്ക് പണിയെടുക്കാൻ പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, പണിയെടുക്കും. പുറത്തുനിന്ന് ഈ കാണുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും,
ഈ ചങ്ങായി പൊട്ടാൻ ഈ നട്ടുച്ചക്കാരിൽ പണിയെടുക്കുമെന്നായിരിക്കും. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതിലൊരു ആനന്ദമുണ്ട്. കാരണം എനിക്ക് എൻ്റെ ഉമ്മാനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു സാധനം തൃപ്തിപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ഇതേ സംഭവം നമ്മളെ റബ്ബിലേക്കുണ്ട്. നമ്മൾ ഈ റബ്ബ് പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അതിലേക്കുള്ള വഴികളൊക്കെ നമുക്ക് എന്തായിരിക്കും എപ്പോഴും ആനന്ദമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കാം. അത് സംഭവിച്ചാലേ നമ്മള് വിശ്വാസികൾ എന്ന് പറഞ്ഞാല് വേറൊരു ലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇപ്പൊ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലും സുഖങ്ങളാണെങ്കിലും അതൊക്കെ നൈമിഷികമാണ് എന്നുള്ള ചിന്തയിൽ ഒരിക്കലും രൂപപ്പെടുത്താൻ കഴിയും. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട്, പ്രഭാതത്തിൽ തന്നെ ജോലിക്കിറങ്ങിയാൽ അതിൻ്റെ തൻ്റെ കുടുംബത്തെ പോറ്റാനാണെന്നുണ്ടെങ്കിൽ പടച്ചോ അതിന് കൂലിയെടുക്കും. പിന്നെ വഴിയരികിൽ ഒരാളെ കണ്ടിട്ട് അവനെ മുഖത്തേക്ക് ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ വലോൻ തലക്കാഹാക്കവി വജീം തലക്കെന്ന് പറയുന്നുണ്ട്, അതിനും പടച്ചോ കൂലിയെടുക്കും. ഒന്നിനും നിരാശപ്പെടേണ്ട ഒരു കാര്യമല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഈ ഗസന്റെ പറഞ്ഞു വെച്ചല്ലോ, അവിടെ ഒരു രസതന്ത്രം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതാണ് എല്ലാം ഇഷ്ടപ്പെടുമ്പോഴും അതാണ് ഒരു വിശ്വാസം, അതാണ് എനിക്ക് ഒരു പരമാനന്ദം എന്ന് പറയുന്നത്. പറഞ്ഞത് തവക്കലാക്കുക, പടച്ചോൻക്ക് വിടുക, പടച്ചോ നോക്കുന്നുള്ളതാണ്. അത് വിശ്വാസിയുടെ എന്തുണ്ട് ആനന്ദവും കഴിഞ്ഞിട്ട് ഒരു പരമാനന്ദത്തിലേക്ക് എത്തുന്ന ഒരു സാധനത്താണ്.